പെട്ടി അടയ്ക്കാതെയാണ് നിസ്കാരത്തിന് വന്നിരിക്കുന്നതെന്ന് തോന്നിയാൽ ആ സമയത്ത് ഭാര്യയുടെ മുഖമോർത്താൽ, ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ മുഖമോർത്താൽ ഒക്കെ ശിർക്കാവുന്നതാണ് എൻ്റെ കണ്ടെത്തൽ. ഇനിയും അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തിരുത്തി തരാൻ നിങ്ങൾക്ക് ആലിമ്യങ്ങളുണ്ട്. അതായത് ദൈവത്തിന് കൊടുക്കേണ്ടുന്നത് മുഴുവൻ ദൈവമാണ്. ആ സമയത്ത് നമ്മളെയൊക്കെ നബിയുടെ അനുചരന്മാരെ കുറിച്ചൊക്കെ അറിയാമല്ലോ. ഇപ്പം അമ്പൂരല്ലേ, എനിക്ക് സഹിക്കൂല വേദന. അലി റളിയല്ലാഹു അൻഹു ആണെന്നാണ് ഇവിടെ പറയുന്നത്. ആരാണെങ്കിലും നബിയുടെ അനുചരനായിട്ടുള്ള ഒരാളുടെ കാലിൽ അമ്പ് ഈ കണങ്കാലിൽ എടുത്ത അമ്പ് ഊരിത്തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഊരാഞ്ഞാൽ അത് ശരിയാവില്ല. അദ്ദേഹം പറയാണ്, ഞാൻ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഊരിക്കോളൂ. അതെന്താ? നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒന്നും അറിയില്ല. അതുപോലെ ആയിരിക്കണം നമ്മുടെയൊക്കെ ദൈവവിശ്വാസം. ഇതാണ് സിലബസ് നമ്പർ 1. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വവും മാനവും മറ്റെന്തിനും കൊടുക്കരുത്. ആരാധനാ സമയത്ത് അമ്പല്ല, ബോംബിട്ടാലും അറിയാതെ അതിൽ തന്നെ നിൽക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് ഒന്നാമത്തെ സിലബസ്. ദൈവവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ സിലബസ്. ദൈവത്തിൻ്റെ ഏകത്വം വിളിച്ചു പറയുന്നതാണ് സിലബസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ഇഖ്ലാസ് തന്നെയാണ് സർവ്വ മതങ്ങളുടെ അടിസ്ഥാന ഇഖ്ലാസ്. ഒരർത്ഥത്തിൽ ഏകം പറയുക, ദൈവം ഏകനാകും. അജം നിർവികൽപ്പം നിരാകാരമേകം നിരാനന്ദമാനന്ദം അദ്വൈതപൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമാം എന്ന് പറയുന്നതാണ്. ഇപ്പം ചൊല്ലിയതാണ് സംസ്കൃതത്തിലെ ഇഖ്ലാസ്. മറ്റേത് നേരത്തെ ചൊല്ലിയത് ഖുറാനിലുള്ള അറബിയിലുള്ള ഇഖ്ലാസ്. ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്നും ഒരു വ്യത്യാസവും ദൈവത്തിനെ കുറിച്ച് തോന്നൂല. ഏതാണോ ആ സൃഷ്ടികർത്താവ്, ആ സൃഷ്ടികർത്താവിന് നമസ്കാരം. ആ നമസ്കാരം പറയുന്ന സമയത്ത് 100% നിൻ്റെ ഹൃദയത്തിൽ 100% പരിപൂർണതയോടത് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒന്നാമത്തെ സിലബസ് ഓക്കെയായി. ഈ സ്വാമിജിയുടെ പ്രസംഗം ഒരു മതത്തെയും തരം താഴ്ത്തിക്കൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ അല്ല. അദ്ദേഹത്തിൻ്റെ മതപഠനങ്ങൾ പൂർത്തിയായപ്പോൾ മറ്റ് 2 ഗ്രന്ഥങ്ങളും കൂടി പഠിച്ചതിന് ശേഷം അതിൻ്റെ നന്മ തിന്മകൾ പറയാം എന്ന് കരുതി പ്രസംഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരും തെറ്റിദ്ധരിക്കരുത്. നമസ്കാരം. മതസൗഹാർദ്ദമായി കാണുക. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നിസ്കരിക്കുന്നതായിട്ടോ അവിടെ പ്രാർത്ഥിക്കുന്നതിൻ്റെതായിട്ട് ആ ഒരു രൂപം നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നു, നമ്മുടെ കാര്യങ്ങൾ അവിടും പങ്കുചെയ്യുന്നു. വിശ്വാസം നമുക്കുള്ളത് നമുക്കുണ്ട്, അവർക്കുള്ളത് അവർക്കുമുണ്ട്. ഒരു ദൈവത്തിൻ്റെ പേരാണ് വിഷ്ണു, ശിവൻ, പിന്നെ ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ആളുന്ന ഒരേ ദൈവത്തിൻ്റെ പേരാണത്. സൃഷ്ടിക്കുകയും സംഹരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവരെന്നാണ് അതിൻ്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഈ തങ്ങളുടെയും ഏക ലക്ഷ്യം മതസൗഹാർദ്ദത, സഹോദര്യത്വം നിലനിർത്തണം. സൗമ്യമായ സഹകരണത്തോടുകൂടി മനുഷ്യൻ ഒന്നായി ജീവിക്കണം എന്ന് മാത്രമേ ഇദ്ദേഹവും ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ വർഗീയ വിഷം വിളമ്പുന്നവർക്കുള്ള ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അവർ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളും ബോംബ് നിർമ്മാണങ്ങളും എല്ലാം വിറ്റൊഴിയണം. 3 മതഗ്രന്ഥം പോയിട്ട് ഒരു മതഗ്രന്ഥം പോലും പഠിച്ചു തീർക്കാത്ത മന്ദബുദ്ധികളെ രക്തപ്പുഴയാക്കി നശിപ്പിക്കണം. ഇതാണ് വർഗീയവാദികളുടെ ഏക ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.